ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ +1 മാത്തമാറ്റിക്സ് ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ തേർഡ് പാർട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. 1 മുതൽ 16 വരെയുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ 2 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ 17ാമത്തെ ക്വസ്റ്റ്യൻസ് മുതലാണ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. 17th question. Find the radius of the circle in which the central angle of 60 degree intercept an arc of length 31.4 cm. Trigonometry എന്നുള്ള ചാപ്റ്ററിലത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒക്കെ തന്നെയാണ്. ഈ സെക്ഷൻ പഠിച്ചിട്ടുള്ളവർക്ക് ഈസി ആയിട്ട് ആൻസർ എഴുതാൻ പറ്റും. സോ ഇവിടെ തീറ്റ തന്നിട്ടുണ്ട് 60 ഡിഗ്രി. അതിന് നമ്മൾ റേഡിയൻ മെഷറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ π/3 എന്ന് എഴുതാം. ലെങ്ത് ഓഫ് ദ ആർക്ക് തന്നിട്ടുണ്ട് 31.4 cm. റേഡിയസ് കാണാനാണ്. ഇക്വേഷൻ നമുക്കറിയാം, r = L/θ. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു L എന്ന് പറയുമ്പോൾ 31.4 ഡിവൈഡഡ് ബൈ പൈ എന്ന് റേഡിയൻ മെഷറിൽ എഴുതാം, π/3. ഇനി അതിനെ π/3യിലത്തെ 3 എന്നുള്ള ഡിനോമിനേറ്ററിനെ നമുക്ക് എന്താ എഴുതാം, 3നെ നമുക്ക് ന്യൂമറേറ്ററിലോട്ട് എടുക്കാം. സോ 31.4 × 3 ഡിവൈഡഡ് ബൈ 3.14. ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 10 ടൈംസ് എന്ന് വരും. സോ 10 × 3 എന്ന് പറയുമ്പോൾ 30 സെൻറ്റിമീറ്റർ എന്നുള്ളത് റേഡിയസ് ആയിട്ട് വരും. ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്ത് വരുമ്പോൾ പെട്ടെന്ന് കിട്ടും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡ്രോ ദ ഗ്രാഫ് ഓഫ് cos x. അതായത് cos xൻ്റെ ഗ്രാഫ് വരയ്ക്കാണ്. അപ്പോൾ ഇത് പഠിച്ചിട്ടുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് വരച്ചെടുക്കാം. പക്ഷേ ഇതേ രീതിയിൽ നമുക്ക് cos xൻ്റെ ഗ്രാഫ് വരച്ചെടുക്കാം. സൈൻ ഗ്രാഫ്, അതുപോലെ തന്നെ കോസിൻ്റെ ഗ്രാഫ്, ഇതൊക്കെ എന്തായാലും എക്സാമിനേഷന് മുന്നേ തന്നെ ഒന്ന് പഠിച്ചു വെക്കുക. എളുപ്പമാണ്. ജസ്റ്റ് ഒരു കർവ് വരയ്ക്കേണ്ട ഇതേ ഉള്ളൂ. എവിടെയാണ് പോയിൻറ്റ്സ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക, അത്രയേ ഉള്ളൂ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. sin 2x + 2 sin 4x + sin 6x = 4 cos² x × sin 4x. ഇവിടെ നമ്മൾ ആദ്യം ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതണം. അതായത് sin 2x-നെയും sin 6x-നെയും ഒരുമിച്ച് എഴുതാം. എന്നിട്ട് sin 4x-നെ തേർഡ് ടേം ആക്കിയിട്ട് എഴുതാം. സോ അങ്ങനെ എഴുതിയതിന് ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യുക. സോ sin 2x + sin 6x ഒരുമിച്ച് എഴുതി, +2 sin 4x എഴുതി. ഇനി sin 6x + sin 2x-നെ നമുക്ക് sin a + sin b എന്നുള്ള ഇക്വേഷൻ കൊടുക്കാം. സോ 2 sin a + b/2 × cos a - b/2 എന്നുള്ള ഇക്വേഷൻ വരും. സോ 2 sin a + b എന്ന് പറയുമ്പോൾ 6 + 2 8/2 4 വരും. ഇൻറ്റു cos a - b, 6 - 2 4, 4/2 എന്ന് പറയുമ്പോൾ cos 2x വരും. പ്ലസ് 2 sin 4x. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 sin 4x കോമൺ ആയതുകൊണ്ട് അത് പുറത്തെടുക്കുക. ബാക്കി റിമൈനിങ് ടേംസ് cos 2x + 1 വരും. സോ cos 2x + 1 മീൻസ് ഇറ്റ് ഇസ് 2 cos² x. സോ ജസ്റ്റ് 2 cos² x എന്ന് എഴുതാം. ഈ 2നെ നമുക്ക് ഇങ്ങോട്ടേക്ക് എടുക്കാം. സോ 4 sin 4x × cos² x എന്ന് വരും. അതാണ് നമ്മുടെ RHS. ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. സോ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള ഒരുവിധം എല്ലാ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസും ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വളരെ സ്പീഡിൽ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി 18th ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഫസ്റ്റ് പാർട്ട് ചോദിച്ചിട്ടുള്ളത് ഇഫ് 9p5 + 5 × 9p4 = 10pr, ദെൻ ഫൈൻഡ് r. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ 9p5 + 5 × 9p4 ആണ്. 9p5 കാണാൻ 9 ഫാക്ടോറിയൽ ബൈ 9 - 5 ഫാക്ടോറിയൽ ചെയ്യുക. അതായത് 9 - 5 എന്ന് പറയുമ്പോൾ 4 ഫാക്ടോറിയൽ വരും. +5 × 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 9 - 4 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഇനി 10pr എന്ന് പറഞ്ഞാൽ 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 10 - r ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഇനി ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 9 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ ഉണ്ട്. ഇവിടെ അതിന് 5 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ 5 ഫാക്ടോറിയൽ മീൻസ് ഇറ്റ് ഈസ് 1 × 2 × 3 × 4 × 5. സോ അതിൽ നിന്ന് നമുക്ക് 5 ക്യാൻസൽ ചെയ്യാം. റിമൈനിങ് വരുന്നത് 9 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു, അതിന് നമുക്ക് RHSും കൂടി ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. ഇവിടെ 10 ഫാക്ടോറിയൽ ആണ്. 10 ഫാക്ടോറിയൽ മീൻസ് ഇറ്റ് ഈസ് 1 × 2 × 3 × 4 × etc. up to 10 ആണ്. സോ അതിൽ നിന്ന് നമുക്ക് 9 ഫാക്ടോറിയൽ × 10 എന്ന് എഴുതാം. സോ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 9 ഫാക്ടോറിയൽ ഉണ്ട്. സോ 9 ഫാക്ടോറിയൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. റിമൈനിങ് ടേംസ് എന്ന് പറയുമ്പോൾ ഇവിടെ 1/4 ഫാക്ടോറിയൽ. 4 ഫാക്ടോറിയൽ മീൻസ് ഇറ്റ് ഈസ് 1 × 2 × 3 × 4. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/24 എന്ന് വരും. സോ 1/24 + 1/24. ഇവിടെ റൈറ്റ് സൈഡിൽ 10/10 - r ഫാക്ടോറിയൽ എന്ന് വരും. ഇനി 1/24 + 1/24 ചെയ്താൽ 2/24 എന്ന് വരും. അതായത് 1/12 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 10/10 - r ഫാക്ടോറിയൽ എന്ന് എഴുതാം.
ഇനി ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 10 മൈനസ് ആർ ഫാക്ടോറിയൽ മീൻസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 10 എന്ന് വരും. അതായത് 120 വരും. 120 മീൻസ് ഇറ്റ് ഈസ് 5 ഫാക്ടോറിയൽ. അതായത് ജസ്റ്റ് 10 മൈനസ് ആർ ഈക്വൽ ടു 5 ഫാക്ടോറിയൽ എന്ന് നമുക്ക് കമ്പയർ ചെയ്തിട്ട് എഴുതാം. അതിൽ നിന്ന് 6 കാണുമ്പോൾ ആർ ഇസ് ഈക്വൽ ടു 10 മൈനസ് 5 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ആർ ഈക്വൽ ടു 5 എന്നുള്ളത് നമുക്ക് ആൻസറിൽ കിട്ടും. ഇനി അതിൻ്റെ തന്നെ സെക്കൻഡ് പാർട്ട് ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ നമ്പർ ഓഫ് 4 ഡിജിറ്റ് നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദ ഡിജിറ്റ്സ് 1, 2, 3, 4, 5 ഇഫ് നോ ഡിജിറ്റ് ഇസ് റിപ്പീറ്റഡ്. ആൻഡ് സെക്കൻഡ് പാർട്ട് ഹൗ മെനി ഓഫ് ദിസ് വിൽ ബി ഈവൺ. സോ ടോട്ടൽ 5 നമ്പേഴ്സാണ് തന്നിട്ടുള്ളത്. അതിൽ നിന്ന് നമ്പർ ഓഫ് 4 ഡിജിറ്റ് നമ്പേഴ്സ് കാണാനാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് 5P4 എന്ന് എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയി. നമ്പർ ഓഫ് 4 ഡിജിറ്റ് നമ്പേഴ്സ് കാണാൻ 5P4 കണ്ടാൽ മതി. 5P4 മീൻസ് ഇറ്റ് ഈസ് 120. സോ 120 എന്ന് ആൻസർ എഴുതാം. ഇനി സെക്കൻഡ് പാർട്ട് അതിൽ എത്ര നമ്പേഴ്സാണ് ഈവൺ നമ്പേഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഈവൺ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ യൂണിറ്റ് പ്ലേസ് അല്ലെങ്കിൽ വൺസ് പ്ലേസ് ഈവൺ ഡിജിറ്റ് ആയിരിക്കണം. അതായത് തന്നിരിക്കുന്നതിൽ ഈവൺ ഡിജിറ്റ് ആയിട്ട് വരുന്നത് 2 നമ്പേഴ്സ് മാത്രമാണ്, 2ഉം 4ഉം മാത്രം. ദർഫോർ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഈവൺ നമ്പേഴ്സ് കാണാൻ 4P3 പ്ലസ് 4P3 ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 4P3 മീൻസ് ഇറ്റ് ഈസ് 24. 24 പ്ലസ് 24 ഇസ് 48. ഇനി അതിൻ്റെ തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഇൻഡിപെൻഡൻസ് ഇഫ് ഓൾ ദ വവൽസ് ഒക്കർ ടുഗദർ. ഇത് ടെക്സ്റ്റ് ബുക്കിലെ സെയിം ക്വസ്റ്റ്യൻ ആണ്, സെയിം വേർഡ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അത് പഠിച്ചിട്ടുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ 2 മാർക്ക് സ്കോർ ചെയ്യാം. സോ ഇൻഡിപെൻഡൻസ് എന്നുള്ള വേർഡാണ്. ഇൻഡിപെൻഡൻസ് എന്നുള്ള വേർഡിൽ ടോട്ടൽ 12 ലെറ്റേഴ്സ് ആണുള്ളത്. അതിൽ വവൽസ് ഒരുമിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ വവൽസ് നമ്മൾ ഒരുമിച്ച് എഴുതുമ്പോൾ ഈ 1, 2, 3, 4 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഐയും വവലാണ്. സോ ഇത്രയുമാണ് അതിൽ വവൽസ് വരുന്നത്. ബാക്കി വരുന്ന ലെറ്റേഴ്സ് നമ്മൾ ഒരുമിച്ച് എഴുതി നോക്കുക. സോ എൻ എന്നുള്ളത് 3 ടൈംസ് വരുന്നുണ്ട്, ഡി 2 ടൈംസ്, പിന്നെ സി, പി. ഓക്കെ, ടോട്ടൽ ഇവിടെ 7 ലെറ്റേഴ്സ്. ഇത്രയും വവൽസ് അടക്കിയ ഇത്രയും 5 ലെറ്റേഴ്സ് നമ്മൾ ഒരു ലെറ്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. സോ നമ്മൾ അത് ഒരു ലെറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ടോട്ടൽ നമുക്ക് ഇവിടെ 8 ലെറ്റേഴ്സാണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ 3 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സോ 3 ഫാക്ടോറിയൽ ആൻഡ് ഡി എന്നുള്ളത് 2 ടൈംസ്. സോ 2 ഫാക്ടോറിയൽ എന്ന് വരും. ഇൻറ്റു ഇതിലുള്ള വവൽസ് റിപ്പീറ്റ് ചെയ്യുന്നത് നോക്കുക. വവൽസ് ടോട്ടൽ 5 ലെറ്റേഴ്സാണ്. അതിൽ 4 ടൈംസ് ഇ വരുന്നുണ്ട്. സോ 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഇത് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 16,800 എന്ന് ആൻസർ കിട്ടും. ഇനി 19th ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എക്സ് √8 ആൻഡ് x/2 ആർ 3 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എ ജി പി ദെൻ വാല്യൂ ഓഫ് എക്സ് ഈസ് ഡാഷ്. 3 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എ ജി പി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജി പി ആണ് തന്നിട്ടുള്ളത്, ജോമെട്രിക് പ്രോഗ്രഷൻ. സോ ഇഫ് എ, ബി ആൻഡ് സി ആർ 3 ടേംസ് ഓഫ് എ ജി പി ദെൻ ബി സ്ക്വയർ ഈക്വൽ ടു എ സി എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ബി സ്ക്വയർ ഈക്വൽ ടു എ സി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എ, ബി, സിയുടെ വാല്യൂ നമുക്കറിയാം. എ ഈക്വൽ ടു എക്സ്, ബി ഈക്വൽ ടു √8, സി ഈക്വൽ ടു x/2. സോ ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ √8 സ്ക്വയർ ദാറ്റ് ഈസ് 8 എന്ന് എഴുതാം. എ ഇൻറ്റു സി എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു x/2 ദാറ്റ് ഈസ് x²/2 എന്ന് എഴുതാം. ഈ 2നെ നമ്മൾ LHSലോട്ട് എടുത്താൽ 16 ഇസ് ഈക്വൽ ടു x² എന്ന് എഴുതാം. ദാറ്റ് ഈസ് x² ഇസ് ഈക്വൽ ടു 16 ആൻഡ് x ഇസ് ഈക്വൽ ടു +or-4 എന്ന് കിട്ടും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻസേർട്ട് 3 നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 256 സോ ദാറ്റ് ദ റിസൾട്ടിങ് സീക്വൻസ് ഈസ് എ ജി പി. ഇതും ഈസി ക്വസ്റ്റ്യൻ തന്നെയാണ്. കോൺസെപ്റ്റ് അറിയുന്നവർക്ക് ആൻസർ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. സോ ലെറ്റ് ദ ജി പി ബി 1, A2, A3, A4 ആൻഡ് 256 എന്നെടുക്കുക. സോ ഫസ്റ്റ് ടേം 1 എന്നെടുക്കുക. സോ എ ലാസ്റ്റ് ടേം A5 എന്ന് പറയുന്നത് 256 എന്നെടുക്കുക. സോ ഫിഫ്ത്ത് ടേം കാണണമെന്നുണ്ടെങ്കിൽ A ഇൻറ്റു r⁴ കണ്ടാൽ മതി. A ഇൻറ്റു r⁴ ഇസ് ഈക്വൽ ടു 256. അതിൽ നിന്ന് r⁴ ഇസ് ഈക്വൽ ടു 256 എന്ന് എഴുതാം. കാരണം ഇവിടെ എയുടെ വാല്യൂ 1 ആയതുകൊണ്ട്. അതായത് r=4 എന്ന് എഴുതാം. ഓക്കെ, 6 കിട്ടിക്കഴിഞ്ഞാൽ കോമൺ റേഷ്യോ 6 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ടേം കാണാം. സെക്കൻഡ് ടേം A2 ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ഇനി തേർഡ് ടേം കാണാൻ വീണ്ടും അതിന് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 ഇൻറ്റു 4 സോ 16 എന്ന് കിട്ടും. നെക്സ്റ്റ് ടേം കാണണമെങ്കിൽ 16 ഇൻറ്റു 4 ചെയ്യുക, 64 ചെയ്യുക. അപ്പോൾ ജി പി ഇസ് ഈക്വൽ ടു 1, 4, 16, 64 ആൻഡ് 256 എന്ന് എഴുതാം. ഇനി അതിൽ തന്നെ തേർഡ് ക്വസ്റ്റ്യൻ, സം ഓഫ് 3 ടേംസ് ഓഫ് എ ജി പി ഈസ് 39/10 ആൻഡ് പ്രോഡക്റ്റ് ഈസ് 1, ഫൈൻഡ് ദ ടേംസ്. ഇതും ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യനാണ്. സോ ഇതിൽ 3 ടേംസ് നമുക്ക് എടുക്കാം. A/R, A/AR എന്നെടുക്കുക. പ്രോഡക്റ്റ് തന്നിട്ടുണ്ട്. പ്രോഡക്റ്റ് ഈക്വൽ ടു 1 എന്ന് തന്നിട്ടുണ്ട്. സോ ഈ 3 ടേംസിൻ്റെയും പ്രോഡക്റ്റ് കാണാം. സോ അവിടെ നമുക്ക് 6 ക്യാൻസൽ ചെയ്യുമ്പോൾ A³ എന്ന് കിട്ടും. അതിൽ നിന്ന് A ഇസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. ഇനി അതിൻ്റെ സം തന്നിട്ടുണ്ട് 39/10. സോ A/R പ്ലസ് A പ്ലസ് AR ഇസ് ഈക്വൽ ടു 39/10 എന്ന് എഴുതാം. സിംപ്ലിഫൈ ചെയ്യുക. A ഇസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കുമ്പോൾ 1/R പ്ലസ് 1 പ്ലസ് R ഈക്വൽ ടു 39/10 എന്ന് എഴുതാം.
ഇനി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ LC എടുക്കുക. സോ 1 പ്ലസ് ആർ പ്ലസ് ആർ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ ആർ ഇസ് ഈക്വൽ ടു 39/10 എന്ന് വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 പ്ലസ് ആർ സ്ക്വയർ ഇൻറ്റു 10 ഇസ് ഈക്വൽ ടു 39R എന്ന് എഴുതാം. ഇക്വേഷൻ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതുമ്പോൾ 10 പ്ലസ് 10R പ്ലസ് 10R സ്ക്വയർ ഇസ് ഈക്വൽ ടു 39R എന്ന് എഴുതാം. സിംപ്ലിഫൈ ചെയ്യുക. സോ 10R സ്ക്വയർ മൈനസ് 29R പ്ലസ് 10 ഇസ് ഈക്വൽ ടു 0. ഈ ഇക്വേഷനെ നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡിലോ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടോ ഏത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. സോ ഇവിടെ ഞാൻ ഫാക്ടറൈസേഷൻ മെത്തേഡിലാണ് എഴുതിയിട്ടുള്ളത്. സോ അതിന് നമുക്ക് 2R മൈനസ് 5 ഇൻറ്റു 5R മൈനസ് 2 എന്ന് എഴുതാം. അതിൽ നിന്ന് R ഇസ് ഈക്വൽ ടു 5/2 ഓർ R ഇസ് ഈക്വൽ ടു 2/5 എന്ന് വരും. ഇനി ഓരോന്നും വെച്ചിട്ട്, അതായത് R ഈക്വൽ ടു 5/2 ആകുമ്പോൾ 3 ടേംസ് ഏതൊക്കെയാണെന്ന് കാണാം. അതേപോലെ R ഇസ് ഈക്വൽ ടു 2/5 വരുമ്പോൾ വരുന്ന 3 ടേംസ് ഏതാണെന്ന് 2 രീതിയിലും കാണാം. സോ അങ്ങനെ വരുമ്പോൾ 3 ടേംസ് എന്ന് പറയുമ്പോൾ 2/5, 1 ആൻഡ് 5/2 എന്ന് വരും. ഓർ വി ക്യാൻ റൈറ്റ് 5/2, 1 ആൻഡ് 2/5 ആർ ദ 3 ടേംസ്. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് കൂടുതൽ എക്സ്പ്ലനേഷൻ ഞാൻ ഇടുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 20th question, the angle between the lines 2x minus y plus 3 equal to 0 and x plus 2y plus 3 equal to 0 is dash. ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് കാണാനാണ്. സോ ആദ്യം ഈ ഇക്വേഷൻ്റെ സ്ലോപ്പ് കാണാം. സ്ലോപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ടാൻ തീറ്റ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് കാണാം. സോ ഈ ഇക്വേഷന് സ്ലോപ്പ് കാണണമെന്നുണ്ടെങ്കിൽ മൈനസ് ഓഫ് a/b ചെയ്താൽ മതി. സോ മൈനസ് ഓഫ് 2 ഡിവൈഡഡ് ബൈ -1 വരും. അതായത് ഫസ്റ്റ് ലൈൻ്റെ സ്ലോപ്പ് 2 എന്ന് എഴുതാം. സെക്കൻഡ് ലൈൻ്റെ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ മൈനസ് ഓഫ് a/b എന്ന് പറയുമ്പോൾ മൈനസ് ഓഫ് 1/2 വരും. സോ m2 ഇസ് ഈക്വൽ ടു മൈനസ് 1/2 എന്ന് എഴുതാം. ഇനി ഇക്വേഷൻ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് കാണണമെന്നുണ്ടെങ്കിൽ ടാൻ തീറ്റ കാണാം. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു m2 മൈനസ് m1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് m1 m2. അതിൽ m2 മൈനസ് m1 ചെയ്യുമ്പോൾ മൈനസ് 1/2 -2 ചെയ്യുക. ഡിനോമിനേറ്റർ ചെയ്ത് വരുമ്പോൾ 1 പ്ലസ് 2 ഇൻറ്റു മൈനസ് 1/2. സോ ഡിനോമിനേറ്ററിൽ വരെ 0 എന്നാണ്. സോ 1 ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ 0 എന്നാണ് വരുന്നത്. അതായത് നോട്ട് ഡിഫൈൻഡ് ആയിട്ടാണ് ടാൻ തീറ്റ വരുന്നത്. സോ വി ക്യാൻ റൈറ്റ് തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് എഴുതാം. സോ ഓപ്ഷൻ നമ്പർ D 90 ഡിഗ്രി എന്നുള്ളതായിരിക്കും കറക്റ്റ് ആൻസർ വരിക. ഇനി ഇതിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ദ സെൻട്രോയിഡ് ഓഫ് ദ ട്രയാങ്കിൾ ഇസ് 2, 7 ആൻഡ് 2 ഓഫ് ഇറ്റ്സ് വെർട്ടിസസ് ആർ 4, 8 ആൻഡ് -2, 6. ഫൈൻഡ് ദ തേർഡ് വെർട്ടെക്സ് ചോദിച്ചിട്ടുണ്ട്. 4 ഓപ്ഷൻസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. സോ സെൻട്രോയിഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. സെൻട്രോയിഡ് ഇസ് ഈക്വൽ ടു x1 പ്ലസ് x2 പ്ലസ് x3/3 ആൻഡ് y1 പ്ലസ് y2 പ്ലസ് y3/3. സോ സെൻട്രോയിഡിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് ഇങ്ങനെ കാണാം. അപ്പോൾ ഇതിൽ നമ്മൾ തേർഡ് വെർട്ടെക്സ് തന്നിട്ടില്ല. സോ തേർഡ് വെർട്ടെക്സ് നമ്മൾ xy എന്നെടുക്കാം. ലെറ്റ് ദ തേർഡ് വെർട്ടെക്സ് ബി xy. ഇനി തന്നിട്ടുള്ള പോയിന്റ് നോക്കുക. സെൻട്രോയിഡ് തന്നിട്ടുണ്ട് 2, 7 എന്ന് തന്നിട്ടുണ്ട്. അത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എഴുതുക. 2, 7 ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ അതായത് എക്സ് പ്ലസ് തന്നിരിക്കുന്ന പോയിന്റ് 4 -2 കൊടുക്കുക ഹോൾ ഡിവൈഡഡ് ബൈ 3 ആൻഡ് y പ്ലസ് 8 പ്ലസ് 6 ഹോൾ ഡിവൈഡഡ് ബൈ 3. സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ 2, 7 ഇസ് ഈക്വൽ ടു x പ്ലസ് 2/3 ആൻഡ് y പ്ലസ് 14/3. കമ്പയർ ചെയ്യുമ്പോൾ x പ്ലസ് 2/3 ഇസ് ഈക്വൽ ടു 2 എന്ന് എഴുതാം. അതുപോലെ y പ്ലസ് 14/3 ഇസ് ഈക്വൽ ടു 7 എന്ന് എഴുതാം. ഇത് സോൾവ് ചെയ്യുമ്പോൾ x ഇസ് ഈക്വൽ ടു 4 എന്ന് വരും. അതുപോലെ y ഈക്വൽ ടു 7 എന്ന് എഴുതാം. ഫോർ തേർഡ് വെർട്ടെക്സ് ഇസ് ഈക്വൽ ടു ഓപ്ഷൻ നമ്പർ B 4, 7 എന്ന് കിട്ടും. ഇനി ഇതിൽ തന്നെ തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ദ പെർപെൻഡിക്കുലർ ഫ്രം ഒറിജിൻ ടു എ ലൈൻ മീറ്റ് ഇറ്റ് അറ്റ് ദ പോയിന്റ് -2, 9. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ആൻഡ് ഐ സി ക്വസ്റ്റ്യൻ ഫൈൻഡ് ഓൾസോ ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ടു ദ ലൈൻ. 2 ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഇക്വേഷൻ ഓഫ് ദ ലൈൻ കാണണം. ഇക്വേഷൻ ഓഫ് ദ ലൈൻ മീൻസ് ഇറ്റ് ഇസ് y മൈനസ് y1 ഇസ് ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1. സോ അതായത് നമുക്കതിൽ സ്ലോപ്പ് കാണണം. സ്ലോപ്പ് ഓഫ് ദ പെർപെൻഡിക്കുലർ മീൻസ് ഇറ്റ് ഇസ് തന്നിരിക്കുന്ന ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ സ്ലോപ്പ് ഓഫ് ദ പെർപെൻഡിക്കുലർ കാണാം. സ്ലോപ്പ് ഓഫ് ദ പെർപെൻഡിക്കുലർ കാണണം. പെർപെൻഡിക്കുലർ ഫ്രം ഒറിജിൻ ടു എ ലൈൻ മീറ്റ് ഇറ്റ് അറ്റ് ദ പോയിന്റ് -2, 9. സോ ഒറിജിനും അതുപോലെ തന്നെ സെക്കൻഡ് പോയിന്റ് -2, 9 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് നമ്മൾ ആ ലൈനിൻ്റെ സ്ലോപ്പ് കാണാം. സോ സ്ലോപ്പ് കാണണമെങ്കിൽ y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ചെയ്യാം. അതായത് ഇവിടെ y2 എന്ന് പറഞ്ഞ പോയിന്റ് 9 ആണ്. സോ 9 മൈനസ് 0 ഡിവൈഡഡ് ബൈ -2 മൈനസ് 0 എന്ന് എഴുതാം. സോ -9/2 വരും. സോ സ്ലോപ്പ് ഓഫ് ദ റിക്വയർഡ് ലൈൻ നമ്മുടെ ലൈനിൻ്റെ സ്ലോപ്പ് കാണണമെന്നുണ്ടെങ്കിൽ -1/m ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/9 എന്ന് എഴുതാം. സോ നമ്മുടെ ഇക്വേഷൻ്റെ സ്ലോപ്പ് കിട്ടി. ഇനി y മൈനസ് y1 ഇസ് ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1 എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് എഴുതാം y മൈനസ് 9 ഇസ് ഈക്വൽ ടു 2/9 ഇൻറ്റു x മൈനസ് 2. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2x മൈനസ് 9y പ്ലസ് 85 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതാണ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ.
ഇതിനിടയിൽ ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞോട്ടെ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി അതിൽ തന്നെ ബി പാർട്ട് ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ഓൾസോ ദ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ടു ദ ലൈൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ടു ദ ലൈൻ കാണണമെങ്കിൽ മോഡുലസ് ഓഫ് സി ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് ടേം 85 ആണ്. സോ മോഡുലസ് ഓഫ് 85 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ഇവിടെ 2 സ്ക്വയർ പ്ലസ് ഇവിടുത്തെ കോഎഫിഷ്യൻറ്റ് -9 ആണ്. സോ -9 സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 85 മോഡുലസ് ഓഫ് 85 ഡിവൈഡഡ് ബൈ റൂട്ട് 85 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 85 എന്ന് കിട്ടും. സോ അതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനിയും ഏതെങ്കിലും ടോപ്പിക്കോ ക്വസ്റ്റ്യൻസോ അതല്ലെങ്കിൽ ഏതെങ്കിലും ചാപ്റ്റേഴ്സോ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.